ദൂരെ നോക്കുമ്പോൾ ആരോ ഇത് ലാലേട്ടനല്ലേ, അത് ലാലേട്ടനല്ല, അത് മാലേട്ടനാണ്, മമ്മൂട്ടിയാണ്. ആ ഒരു ബാസ് സൗണ്ടാണ്. ഞാൻ അന്ന് കണ്ടു നിങ്ങൾ വലിയ വിഷമിച്ച പുള്ളി, നമ്മളത് ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ മമ്മൂട്ടിയാണ്, ആ മറ്റേ സാധനം വന്ന് ചെയ്തിട്ട് പോകും, നല്ല സാധനമാണ് എന്ന് പറഞ്ഞു. അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരാളാണ്. ഇതുവരെ എടുത്തിട്ടില്ല, ഇനിയും വേണം എടുക്കാനായിട്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എടുക്കാമായിരുന്നു എന്ന് ആലോചിക്കും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. നമ്മൾ റീൽസ് ഒക്കെ എപ്പോഴും ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ കുറച്ച് മോഹൻലാലിൻ്റെ റീൽസ് ഒക്കെ കുറച്ച് കൂടുതൽ ചെയ്യാറുണ്ട്. അപ്പോൾ ലാലേട്ടൻ റെഫറൻസ് ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ലാലേട്ടനാന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ആരെങ്കിലും മിണ്ടാൻ വന്നിട്ടുണ്ടോ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ? നമ്മൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മിമിക്രി മോണോക്കിൽ വലിയ ആക്റ്റീവ് ആയിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സമ്മാനങ്ങൾക്കപ്പുറം ഞാൻ അന്ന് എൻ്റെ ഒരു പോക്കറ്റ് മണി കണ്ടെത്തിയിരുന്നത് ഈ ചില പല ട്രൂപ്പുകളിൽ മാട്ട പരിപാടി എന്നൊക്കെ പറയാം. അതിനത് നമ്മൾ പോയി ഫിഗർ കളിക്കുക എന്നുള്ളത്. അമ്പലങ്ങളിലൊക്കെ അവർ വലിയ പരിപാടി പിടിക്കും, നമ്മൾ പോയി ഫിഗർ മാത്രം ചെയ്ത് കാശ് പിടിക്കും. അപ്പോൾ അതിൽ ഞാൻ സ്ഥിരം ചെയ്തിട്ടുള്ള ഫിഗർ ലാലേട്ടൻ്റെയും കുറേ ചെയ്യാറുണ്ട്, ജയൻ സാറിൻ്റെ ചെയ്യാറുണ്ട്, പിന്നെ മൻസൂർ അലിഖാൻ, വിജയകാന്ത്, അങ്ങനെ കുറേ ഫിഗേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സമയം ഒരു ഒറ്റ സ്റ്റേജിൽ തന്നെ ഞാനൊരു 10-12 ഫിഗേഴ്സ് ഇങ്ങനെ പടപടപട മാറിപ്പോയി ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ ഒരു പോക്കറ്റ് മണി അതായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ കറക്റ്റ് എനിക്ക് ബുള്ളറ്റാണെന്ന്, അപ്പോൾ ബുള്ളറ്റിന് പെട്രോൾ അടിക്കാനും പിന്നെ ചായ കുടിക്കാനും കാപ്പ് കുടിക്കാനുള്ള കാശ് മാത്രമേ തരുള്ളൂ. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൃത്യമായി കോളേജിൽ വന്ന് പോകാനുള്ള പൈസയും ഫുഡ് കഴിക്കാനുള്ള പൈസയും മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മൾ അത്തരം പരിപാടികൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ടുപോയി വരാൻ പറ്റുന്ന എല്ലാ ട്രിപ്പും എടുക്കുമായിരുന്നു. ലൈക്ക് രാവിലെ കോളേജിൽ കയറുന്ന സമയത്തിനുള്ളിൽ വൈകുന്നേരം വീട്ടിൽ കയറുന്ന സമയത്തിനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ യാത്രയും ചിലവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ഫിഗർ പരിപാടി ഒക്കെ ആയിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാലേട്ടനെ വെച്ചിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ കോളേജിൽ നിന്ന് പാസ് ഔട്ടതിന് ശേഷം പിന്നെ പരിപാടിയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അന്നൊക്കെ പിടിച്ച ഒരു ഫിഗറിൻ്റെ കുറേ സാധനങ്ങൾ എവിടെയൊക്കെ കിടപ്പുണ്ട്. അതിപ്പോഴും നമ്മളൊരു ഹാങ് ഓവറായിട്ട്, കാരണം പെട്ടെന്ന് നമ്മളെന്താണ് കോളേജിൽ നിന്ന് ഇറങ്ങി ചുവന്ന ഷർട്ടും വെള്ളമുണ്ടും എടുത്തുകൊണ്ട് സ്റ്റേജിൽ കയറണം. പിന്നെ പെട്ടെന്ന് റേബാൻ ഗ്ലാസ് വെച്ച് മീശ ഒന്ന് ട്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫിഗർ വരണം. അപ്പോൾ ആ ഒരു ഫിഗർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കും ഫിസിക്കലി പെട്ടെന്ന്. പിന്നെ ജയൻ സാറാണെങ്കിൽ ലാലേട്ടൻ ചെയ്തതിന് ശേഷം തലയിൽ ലേശം വെള്ളം അപ്ലൈ ചെയ്ത് രണ്ട് സൈഡിൽ ഇതായി പിന്നെ മീശ ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ അന്ന് താടിയില്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജയൻ സാറിൻ്റെ മീശയായി. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മൻസൂർ അലിഖാനാണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി, പിന്നെ മറ്റേ ചുരുള മുടി വിക്ക് വയ്ക്കണം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ തന്നെ ഒരുപാട് പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അന്നത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു രസം. നമ്മൾ വെൽ ഓഫ് ഫാമിലി ആണെങ്കിലും അച്ഛൻ ഒരു പരിധിയിൽ കൂടുതൽ കാശ് തന്ന് അവരുടെ ഉദ്ദേശം സ്പോയിൽ ആവരുതെന്നുള്ളതാണ്. ലൈക്ക് നമ്മുടെ വേറെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാവാതിരിക്കുക, വെള്ളം അടിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തന്നെ കാശുണ്ടാക്കി നമ്മൾ തന്നെ കറങ്ങി അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച കാലമാണ് എൻ്റെ ഗ്രാജുവേഷൻ പീരീഡ് എന്നുണ്ട്. ആ സമയത്താണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ മുതൽ ഈ ഒരു ഫിഗർ ഷോയ്ക്കൊക്കെ പോകുമായിരുന്നു. ഡിഗ്രി വരെ വെച്ചിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോയപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിന് പ്രൊഫഷണൽ കോഴ്സിലോട്ടങ്ങ് സീരീസിലോട്ട് പോയപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ അതുപോലെ കുറേ സിനിമകളിലും ചേട്ടനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചേട്ടന് ആക്ടിങ് എങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണോ? ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത സുഹൃത്തുക്കൾ ഇപ്പം വളരെ അടുത്ത സുഹൃത്തുക്കൾ സിനിമ ചെയ്യുമ്പം നമുക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ വിളിക്കാറുണ്ട്, അതൊക്കെ പിടിക്കാറുണ്ട്. ലൈക്ക് കാരണം എനിക്ക് ഒരു 2 ദിവസത്തെ പരിപാടിക്കാണെങ്കിൽ ഞാൻ കൈ കൊടുക്കും. കാരണം ത്രൂ ഔട്ടൊരു ക്യാരക്ടറൊക്കെ നമുക്കൊരു മാസം മാറി നിൽക്കാവുന്ന നമ്മളെ ജോലി. ഞാൻ UAE സെറ്റിൽഡാണ്, ഞാൻ NRE സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ലൈക്ക് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ, എൻ്റെ വിസ ഹോൾഡറാണ് UAE. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആ ഡേയ്സൊക്കെ ഉണ്ട്, കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാനും നമ്മുടെ പല കാര്യങ്ങളും അവിടെ. അപ്പോൾ അതുകൊണ്ടൊരു 3-4 ദിവസം ഒരാഴ്ച വരെയുള്ള എല്ലാ പരിപാടിയും എടുത്തിട്ടുണ്ട് ഇതുവരെ. ഒരു ഷൂട്ടിനൊക്കെ ഒരാഴ്ച തീരുന്ന പരിപാടിയാണ് അളിയ ഞാനുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒമറൊക്കെ വിളിച്ചിട്ടുണ്ട്, ബോബൻ സാമുൽ വിളിച്ചിട്ടുണ്ട്, പിന്നെ ജോണി ആൻ്റണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ശങ്കർ രാമകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് വേണ്ട അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരാളാണ്. ഇതുവരെ എടുത്തിട്ടില്ല, ഇനിയും വേണം എടുക്കാനായിട്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എടുക്കാമായിരുന്നു എന്ന് ആലോചിക്കും. എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ വീണ്ടും 2 പടങ്ങൾ വരാനുണ്ട്. ഏതൊക്കെ പടങ്ങളാണ്? അത് ഒമറിക്കയുടെ തന്നെ ഒരു പടമാണ്. ഒമറിക്കയുടെ ഒരു ത്രൂ ഔട്ട് കോമഡി. പക്ഷെ അതിലെത്തിയ പുള്ളി പറഞ്ഞ ഇത് ഒരാഴ്ച തീരൂല,
നീ എന്തായാലും ഒരു 2-3 ആഴ്ചത്തിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ ക്യാരക്ടറാണെന്നാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പ്രത്യേകത ഉണ്ടല്ലോ, ഒരു മിനിമം ഗ്യാരണ്ടി സിനിമകളാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. ഒരു ഇൻ ആൻഡ് ഔട്ട് കോമഡി അല്ലെങ്കിൽ ത്രില്ലർ, ഒരു പ്രത്യേക മോഡുള്ള പടങ്ങളാണ്. അദ്ദേഹമൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയമില്ല അദ്ദേഹത്തെ. നമ്മൾ റീൽസൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ട്രിവാൻഡ്രത്ത് തന്നെ കാണണമെന്ന് പുള്ളി വന്നു. ഒരു ഡയറക്ടറും അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. പുള്ളി വന്നിട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ, ഇങ്ങനെയാണ്. ഞാൻ പിന്നെ എത്ര ദിവസം ഷൂട്ട് കാണും ഇക്ക? അത് ആഴ്ച വരെ കാണും. ഓക്കെ, അതിൽ കൂടുതൽ കാണില്ല. ഇല്ലല്ലോ, ഞാൻ ഒരാഴ്ച കൊണ്ട് തീർത്തരാം. അത് പുള്ളി പറഞ്ഞ പോലെ തന്നെ 3-4 ദിവസമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് പുള്ളി അത് തീർത്ത് തന്നു. ആ സീന് ആ സിനിമയിൽ പുള്ളി ഇപ്പോഴും പറയും, ലാലേട്ടൻ്റെ ഫിഗറൊക്കെ ഇട്ട് വന്നിട്ട് ഒരു ചേച്ചിയുടെ നായികയുടെ മാല പൊട്ടിക്കുന്ന സീനാണ്. അത് ഏറ്റവും കൂടുതൽ ചിരിയുള്ള സീന് അതാണെന്ന് ഇപ്പോഴും പുള്ളി വിളിക്കുമ്പോൾ പറയും. കാരണം പുള്ളിക്ക് ഒരുപാട് ഫീഡ്ബാക്സ് ഇത് ചെല്ലുമല്ലോ ആ സിനിമയെക്കുറിച്ചും അല്ലെങ്കിൽ നല്ല സീന് കുറിച്ചിട്ട്. അപ്പം അതിനകത്ത് പുള്ളി അതുകൊണ്ടായ മേ ബി എന്നെ ആ ക്യാരക്ടർ ചൂസ് ചെയ്തത്. ഒരാൾ ഹോസ്പിറ്റലിൽ വെച്ച് അവിചാരിച്ചിട്ട് ദൂരെ നോക്കുമ്പോൾ ഇത് ലാലേട്ടനല്ലേ? അത് ലാലേട്ടനല്ല, അത് മാലകെട്ടനാണ്. അയാൾ ആ സ്ത്രീയുടെ മാല കെട്ടോണ്ട് പോകുന്നു. ഒരു ചെയ്സ് ഒരുപാടുണ്ട് അതിനകത്ത്. ഒരു എന്താ പറയുക, മാല കെട്ടുന്നു, പിന്നെ ഓടുന്നു, ചെയ്സ്. ഈ ഓടുന്നതിനിടയിലൊക്കെ ഞാൻ 2 പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തു. കാരണം മഴ പെയ്ത സമയമായിരുന്നു. വീണ് മുട്ടൊക്കെ മുറിയുകയൊക്കെ ചെയ്തു. കാരണം മഴയല്ലേ, ഒരു ഹോസ്പിറ്റലിൽ ടൈൽസൊക്കെയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ വാതിക്ക വെച്ചിട്ടാണ് ഈ മാല പൊട്ടിച്ചിട്ട് ഓടുന്നത്. പുള്ളി പറഞ്ഞു ഒന്നും നോക്കണ്ട അങ്ങ് ഓടിക്കോളെ, അവർക്ക് റിസൾട്ടാണല്ലോ. ഞാനും ഒന്നും നോക്കിയില്ല, ഓടി റോഡിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ കാല് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഒരഞ്ഞ് എൻ്റെ ഒരു അത്ര കട്ടിയുള്ളൊരു ജീൻസ് പോലും കീറി ഈ പറയുന്ന ഈ കാലിലെ 2 സൈഡൊക്കെ മുറിവൊക്കെ ആയി. ഉമ്മർക്ക് വന്ന് അതിൻ്റെ ഫസ്റ്റ് എയ്ഡൊക്കെ തന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ സീൻ ഇവിടെ വെച്ചിട്ട് പിന്നെ വേറെ സീനിലേക്ക് പോയി. റഹ്മാൻ സാർ ഒരുപാട് ആ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുള്ള സീനാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ ബുദ്ധിമുട്ടുകൾ പോലും അവർ മാറ്റി വെച്ചിട്ട് ആ സീന് പിന്നെ വേറെ ദിവസമാണ് എടുത്തത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വേറെ എനിക്ക് തോന്നുന്നില്ല, ഇൻഡസ്ട്രിയിലുള്ള ഏത് ഡയറക്ടറാണെങ്കിലും നമ്മളൊരു വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല. പുള്ളി പറയും അതെ നമുക്ക് എടുത്ത് തീർക്കാമെന്നുള്ളത്. പുള്ളി അപ്പം തന്നെ അവിടെ ഷൂട്ട് സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്ത് ഇത് ക്യൂറായതിനു ശേഷം നമുക്ക് എടുക്കാം. എനിക്ക് ക്യൂറായതിനു ശേഷമുള്ള ഒരു ഡേറ്റിലാണ് പിന്നെ ബാക്കി അത് ഷൂട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ. എനിക്കത് സിനിമയിൽ വന്നതിന് ശേഷം എടുത്തു പറയാൻ 3-4 ആൾക്കാരിൽ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കെയർ. അതുപോലെ ജോണി ആൻ്റണി. ഞാനൊരു സിനിമയിൽ തോപ്പിൽ ജോപ്പലിൽ ആക്ച്വലി മമ്മൂക്കയുടെ ഗാങ്ങിന് എഗെയിൻസ്റ്റായിട്ടുള്ള ഗാങ്ങിലെ വില്ലനായിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഷാജാനും പരിക്കുട്ടി, ആ സമയത്ത് ഞാൻ ഇൻ ആൻഡ് ഔട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ട് എൻ്റെ കൈ ആക്സിഡൻ്റ് ആയത് ഇപ്പോഴും ആ പാടുണ്ട്. ഈ ഇവിടെ മുറിവാണ്. അപ്പം ആ മുറിവ് കാരണം എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഈ മമ്മൂക്ക എടുത്ത് എന്നെ എറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം അന്നത്തെ ഫൈറ്റ് മാസ്റ്റർ തമിഴിൽ നിന്ന് ആരാണ് എനിക്ക് ഓർമ്മയില്ല പേര്. പുള്ളി ഫസ്റ്റ് ഷോട്ട് മമ്മൂക്ക വന്നിട്ട് ആദ്യം എടുത്ത് അടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ റോപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ നമ്മൾ ഈ 2 കൈ കുത്തിയാണ്. എനിക്കൊരു കാരണവശാലും വീഴാൻ പറ്റില്ല. അവിടെ ജോണി ആൻ്റണി പറഞ്ഞ് പുള്ളിയെ നമുക്ക് മാറ്റാം, കാരണം നടക്കുമെന്ന് തോന്നില്ല. ഞാൻ 2-3 ഷോട്ട് എടുത്തിട്ട് എനിക്ക് കൈ കുത്താൻ പറ്റുന്നില്ലല്ലോ, പെർഫെക്റ്റ് ആവുന്നില്ല. അപ്പോൾ പുള്ളി ഒരു മമ്മൂക്കയുണ്ട്, അലൻസിയറുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. ജോണി ആൻ്റണി പറയാണ് പുള്ളിയെ മാറ്റിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. മമ്മൂക്കയുടെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന സിനിമ, കോമ്പിനേഷൻ, മമ്മൂക്ക കൂടെ ഇൻ ആൻഡ് ഔട്ട് 2-3 ഫൈറ്റ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്യാരക്ടറാണ്, അത് പോയി എന്നുള്ളത്. അപ്പോൾ ഈ മമ്മൂക്ക നമ്മുടെ വിഷമവും കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത്. അന്ന് ഞാൻ ഏരീസ് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തത്. ഏരീസിൻ്റെ CEO ആയിട്ടാണ് വർക്ക് ചെയ്തത്. നമ്മുടെ തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറിയൊരു സൗഹൃദമൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞിങ്ങനെ എന്ത് പറ്റി കയ്യിൽ, ഞാൻ പറഞ്ഞു ഞാൻ ഷാജാനും പരിക്കുട്ടി ഒരു പടത്തിൽ പോയപ്പോൾ ഇങ്ങനെ വീണതാണ്, ഒരു ആക്ഷൻ സീൻ എടുത്തപ്പോൾ പോലീസായിട്ടാണ് അഭിനയിക്കുന്നത്, അങ്ങനെ വീണതാണ്, കൈ മുറിഞ്ഞാണ്. അപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം എന്നെ പറഞ്ഞു വിട്ടു, അന്ന് തന്നെ പറഞ്ഞു വിട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ജോണി ആൻ്റണി വീണ്ടും വിളിച്ചിട്ട് പറയുന്നു, എടാ നിനക്ക് ഇതിൻ്റെ അകത്തൊരു വേഷമുണ്ട്, മമ്മൂട്ടിയുടെ കാമുകിയെ കല്യാണം കഴിക്കുന്ന വേഷമാണ്. ആരാണ് എന്നെ കാമുകി? അത് ആൻഡ്രിയ ജനീലയാണ് കാമുകി എന്ന് പറയുന്നത്. ആ ഒറ്റ സീനേ ഉള്ളൂ, പക്ഷേ നല്ല കിടില സീനാണ്. മമ്മൂക്ക പള്ളിയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചുമ്മാ ആണ്, നിങ്ങൾ കളത്താൻ വേണ്ടി വിളിച്ചതല്ലേ എന്നുള്ള ഒരു സെറ്റപ്പിൽ പറഞ്ഞു. ഇല്ലടാ ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫോൺ ഞാൻ മമ്മൂട്ടിയാണ്, ആ ഒരു ബാസ് സൗണ്ടാണ്. ഞാൻ അന്ന് കണ്ടു നിങ്ങൾ വലിയ വിഷമിച്ച പുള്ളി. നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് മഹാ അഹങ്കാരിയാണ്, ജാടയാണ്, മറ്റതാണ് മറിച്ചാണെന്ന് കേട്ടിട്ടുള്ള ഒരാളാണ് പുള്ളി. അന്ന് എനിക്കൊന്ന് ചുവന്ന പോഷയിലും കണ്ടാണ് വന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നിട്ട് എൻ്റെ വണ്ടിയുടെ കാര്യമൊക്കെ ഒന്ന് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു
ഷൂട്ടിന് പോകുന്ന അന്നത്തെ പഴയ ഫോർച്യൂണറാണ്. പക്ഷേ അന്ന് 4x4 വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ മമ്മൂട്ടിയാണ്, മറ്റേ സാധനം വന്ന് ചെയ്തിട്ട് പോകും, അത് നല്ല സാധനമാണ് എന്ന് പറഞ്ഞു. അത് എൻ്റെ ലൈഫിൽ എനിക്കതൊരു വലിയ മറക്കാൻ പറ്റും. അത് ജോണി ആൻ്റണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് അദ്ദേഹം നന്മയോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഗൂസ്മോ അങ്ങനെ അക്കല രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് ഇന്ന് ഞാൻ ഇനി ഏതെങ്കിലും മിമിക്രിക്കാരെ വേണ്ടി പറ്റിച്ചാണോ ഞാൻ വീണ്ടും. അപ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാത്യു ഉണ്ട്. മാത്യു ഇന്നത്തെ ഒറ്റക്കൊമ്പൻ്റെ ഡയറക്ടറാണ്. നമ്മളെ മാത്യുവാണ് എന്നെ ജോണി ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ മാത്യുവിന് ഉടനെ ഫോൺ കട്ട് ചെയ്ത് വിളിച്ചടേ ഇല്ലടാ നമുക്ക് ഇവിടെ അവൻ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചത്. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. അല്ലെങ്കിൽ ഈ ജോണി ആൻ്റണി അദ്ദേഹം മിമിക്രി മറ്റു പരിപാടികളൊക്കെ നമ്മളെ പറ്റിച്ചതാവുമല്ലോ നമുക്ക്. അപ്പോൾ അത്രയ്ക്കും ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നമ്മളൊരു സിനിമയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക്. മമ്മൂക്കയായിട്ട് നമ്മൾ ലാലേട്ടൻ ഫാനാണെങ്കിലും നമ്മൾ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒരാളെ അതിൻ്റെ അകത്ത് അഭിനയിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അത് ഇന്ന് തൊഴിഞ്ഞു പോയാലോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് യാതൊരു വിധ നഷ്ടബോധങ്ങളോ നഷ്ടങ്ങളോ ഇല്ല. പക്ഷേ മാത്യു എന്നെ കൊണ്ടുചെല്ലുന്നു. മാത്യുവാണ് ജോണി സാറിനെ പരിചയപ്പെടുത്തുന്നത്. അതുവഴി മമ്മൂക്കയെ പരിചയപ്പെടുന്നു. അതിനുശേഷമാണ് തോപ്പിന് ശേഷമാണ് ഞാൻ 18-ാം പടി സിനിമയിൽ അവിടെ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹം ആ ഓർമ്മയിൽ അപ്പോഴും ഞാൻ പഴയ ഫോർച്യൂണർ മാറ്റി പുതിയ ഫോർച്യൂണർ. അപ്പോൾ അപ്പോഴും ആ വണ്ടിയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ ആ വണ്ടി കൊടുത്തത് പുള്ളി വണ്ടിയുടെ ഭയങ്കര നമ്മളെ സുഖത്തിനേക്കാളും കൂടുതൽ ചോദിക്കുന്നത് മറ്റേ വണ്ടി എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് പുള്ളി ഇപ്പോഴും ഒരു ഓട്ടോ എന്തൂസിയസ്റ്റാണ്. അത് നമ്മളൊരു നമ്മുടെ ഈ ഒരു ബാഹുബലി വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്തായിരുന്നു? ആതിരപ്പള്ളി വെച്ചിട്ടായിരുന്നു ആ ഫൈറ്റ് സീന്, ലാസ്റ്റ് ഫൈറ്റ് സീനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പുള്ളി അതിന് വലിയ ലോങ് ഹെയറൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു ആക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് പുള്ളിയോട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. തോപ്പിൽ ജോബിൻ്റെ സമയത്ത് ഫോട്ടോ എടുത്തു. പക്ഷേ ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അന്ന് പറ്റിയില്ല. പുള്ളി എന്നെ പറഞ്ഞു കുഞ്ഞെ എൻ്റെ തോന്നുന്നു ഇങ്ങനെയാണ് പറഞ്ഞത്. പുള്ളി ഇങ്ങനെ വളരെ നമ്മൾ ഉദ്ദേശിച്ച് സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ആളല്ല. കുഞ്ഞെ ഈ ലുക്ക് പുറത്ത് വിടാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അവിടെ നിന്ന് താമസിക്കുന്നത്, നീ അങ്ങോട്ട് വാ നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കന്ന് പോകാനും പറ്റിയില്ല. പുള്ളി അത് നേരത്തെ പോവുകയെന്തോ ചെയ്തു. അപ്പോൾ എനിക്ക് അതിപ്പോഴും ഒരു വിഷമമാണ്. അന്ന് ആ ഒരു ഇതിൽ നമ്മൾ ഈ ഫോട്ടോ എടുത്താൽ അവർക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും കാണിക്കും പോസ്റ്റ് ചെയ്യുന്നത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി ആ ലുക്കിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. ആ സിനിമയെ ബാധിക്കുന്നൊരു സിനിമ കോസ്റ്റ്യൂം സിനിമയുടെ ലുക്ക് അന്ന് പുറത്ത് വിട്ടിട്ടില്ല. പിന്നീട് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെയാണ് പുള്ളി ആ മുടിയൊക്കെ നീട്ടി വളർത്തിയ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിൽക്കുന്ന ഫോട്ടോ പുള്ളി തന്നെയാണ് പുറത്ത് വിട്ടത്. അപ്പോൾ ആ ഒരു സീക്രസ് അത് സിനിമയെ ഒരേ സമയം സീരിയസ് ആയിട്ടും അതിൽ അഭിനയിക്കാൻ വരുന്ന ഒരു എന്നെപ്പോലെ ഒരു ചെറിയ ഒരു ആളെ പോലും ആർട്ടിസ്റ്റിനെ പോലും പുള്ളി നമ്മൾ അതിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു ചെറിയ വേഷം മാറി അതൊരു വലിയ വേഷമായിട്ട് മാറ്റിത്തരാനുള്ള ആ ഒരു മനസ്സ് എന്നുള്ളതാണ്. അവർക്ക് വേറെ ആരെ വേണോ ഓപ്റ്റ് ചെയ്തത്, ഒരു നല്ല ആർട്ടിസ്റ്റിനെ ഇടാം. അപ്പോൾ അതിൽ പീറ്റർ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ അന്ന് നല്ല ഭംഗിയുള്ള താടി, എനിക്ക് താടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജീവിതത്തിൽ അതിന് വേണ്ടി അല്ലാതെ വേറെ താടി എടുത്തിട്ടില്ല. എൻ്റെ താടി ഷേവ് ചെയ്യിപ്പിച്ചു. ജോണി ചേട്ടൻ പറഞ്ഞു നിൻ്റെ കൂറെ താടിയൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഇതിലും മറ്റേ വില്ലനും പരിപാടിയൊന്നുമല്ല. മീശയൊക്കെ വെട്ടി കുറച്ച് കൃതയൊക്കെ കുറച്ച് സാധാരണ ഒരു തമിഴ് പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരാളാണ്. കോട്ടയ്ക്കാണ് വേഷം. എന്നുള്ള കോട്ടയ്ക്ക് ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കാം, നീ എന്തായാലും ഷേവ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഷേവ് ചെയ്യേണ്ടി വന്നു. അതിന് വേണ്ടിയിട്ട് ആ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു പക്ഷേ അതിൻ്റെ ഇരട്ടി മധുരമായിട്ട് ആ ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണം. ആൻഡ്രിയയുടെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇപ്പോഴും അത് മറക്കാൻ പറ്റാത്തത്. അവരും ഭയങ്കര നല്ല അവർ ആ സമയത്ത് വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അങ്ങനെ ഒരു വലിയൊരു നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു പക്ഷേ ആ ഫൈറ്റ് സീനിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അവരുമായിട്ടൊരു നല്ല സൗഹൃദം ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. ഇനി ചേട്ടന് ഇഷ്ടമുള്ള ഒരു ആൽക്കഹോൾ കോമ്പിനേഷൻ ഏതാ? ഓഫ് കോഴ്സ് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിവാദമായ നമ്മുടെ പഴയ വീഡിയോയുടെ ഹുക്കില്ലേ, JD വിത്ത് ഹണി. ആ ഒറ്റ കാര്യം കൊണ്ട് ഇത്ര പോപ്പുലറായി JD ഹണി ഇന്ത്യയിൽ എത്രയും പോപ്പുലറാക്കിയ മുകേഷ് നായർ. അത് വലിയ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇത് വീഡിയോക്ക് നമുക്ക് ഹുക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടെ. വീണ്ടും സ്ട്രോൾ വരട്ടെ. അപ്പം പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് ലിക്കറാണ്. കാരണം നമ്മളെ ഓൺ ബ്രാൻഡ് തുറുപ്പുകുല. നമ്മൾ ആംസ്റ്റർഡാമിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്യുവർ ഷുഗർ കെയിനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഷുഗർ കെയിനിൽ ഉണ്ടാക്കുന്നതിൻ്റെ മൊലാസിസ് ചെയ്ത് ഷുഗർ കെയിനിൽ ഉണ്ടാക്കുന്നതിൻ്റെ അത് വാറ്റി ഉണ്ടാക്കുന്ന സാധനം പ്യുവർ പച്ച ചാരായം തന്നെയാണ്, പട്ടച്ചാരായം തന്നെയാണ്. പ്യുവർ, നോ അഡൾട്രേഷൻ, നോ ഫ്ലേവേഴ്സ്. കുറച്ച് സ്പൈസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ.
അതിൽ തന്നെ സ്പൈസി ടേസ്റ്റ് ഉണ്ട്, സ്പൈസി ടിഞ്ചുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റ് ആൽക്കഹോൾ? 70%. ഇത് വേൾഡ്സ് ഇപ്പോൾ ഹയസ്റ്റ് നമ്മൾ വൈറ്റ് റമ്മിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മളാണ്. കാരണം തക്കാമൊക്കെ ആയിരുന്നു 69, പിന്നെ 1% നമ്മുടെ ഒരു ഭയങ്കര ഒരു അതാണ് ഒരു എന്താ പറയുക, നമ്മളൊരു USP തന്നെ അതാണ്, പവർ അതാണ്. അപ്പം എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പണ്ട് മുതലേ ബക്കാടി വൈറ്റ് റം സ്ഥിരം കഴിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ ഓൺ ബ്രാൻഡ്, ഞാൻ ബ്രാൻഡ് അംബാസഡർ, ഞാൻ CEO ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വരുമ്പോൾ നമ്മൾ അതാണല്ലോ കൂടുതൽ, നമ്മുടെ ഓൺ ചൈൽഡാണല്ലോ, നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണല്ലോ കമ്പനിയുടെ. അപ്പോൾ അതിനെ ഒരു വെച്ചിട്ട് ഞാനൊരു 2-3 പുതിയ എഡിഷൻസ് ഇപ്പം നമ്മൾ ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തുർപ്പുകുലാൻ ഹണി വരുന്നുണ്ട്, തുർപ്പുകുലാൻ ലൈം വരുന്നുണ്ട്, തുർപ്പുകുലാൻ സിനമൺ വരുന്നുണ്ട്, തുർപ്പുകുലാൻ കോഫി വരുന്നുണ്ട്. അങ്ങനെ പല ഫ്ലേവേഴ്സ്, നട്ട്മഗ് വരുന്നുണ്ട്, പല ഫ്ലേവേഴ്സ് ഇറങ്ങുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു കോക്ടെയിലുണ്ട്, തുർപ്പുകുല വൈറ്റ് റം പ്ലസ് പൊമോഗ്രനേറ്റ് പ്ലസ് ഓറഞ്ച് പ്ലസ് ഹണി. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ അതിൻ്റെ ഇച്ചിരി വെറ്റയും കൂടെ സ്ക്യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു മെഡിസിനൽ വാല്യൂ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു തുർപ്പുകുലാൻ 60 or 90 or 30, വാട്ട് എവർ യുവർ കപ്പാസിറ്റി അപ് ടു. കാരണം ഈ തുർപ്പുകുലാൻ ഒരു 30 എടുത്താൽ ഒരു 5 60യുടെ പവറാണ്. ഒരു 90 എടുത്തു കഴിഞ്ഞാൽ ഒരു 9 പെഗിൻ്റെ പവർ വരും. അപ്പോൾ അതെടുക്കുന്നു. ഞാൻ സാറിന് 90 എടുക്കുന്നത്. എനിക്ക് കുറച്ച് സമയത്ത് കൂടുതൽ പിടുത്തം കിട്ടണം എന്നുള്ളതാണ്, അങ്ങനെ ആ ഒരു ട്രാൻസിൽ നിൽക്കണം എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് കുടിക്കാൻ ഇഷ്ടമല്ല, കുറച്ച് കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഈ ഹണിയുടെ ഒരു ഇൻവെൻഷൻ വരുന്നത്. ഹണി പെട്ടെന്ന് ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്ത് നമ്മുടെ തലച്ചോറിലേക്ക് അതിൻ്റെ ആ ഒരു ഊർജ്ജം, പിടുത്തം കൊണ്ടുപോകുന്നുള്ള, അങ്ങനെയാണ് ഹണി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ തുർപ്പുകുലാൻ ഒരു 60, 30 or 90 എടുക്കുക. അതിൽ പൊമോഗ്രനേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പോർഷൻ നമ്മളിങ്ങനെ കൈ കൊണ്ട് മുകളിൽ തട്ടുമ്പോൾ കയ്യിൽ വന്ന് വീഴും. നമുക്കിപ്പം കൈ കൊണ്ട് സ്ക്യൂസ് ചെയ്യാനുള്ള സ്ക്യൂസറോ ഗ്രൈൻഡറോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ, നല്ല ബലമുള്ള കൈകളാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്യണം. കൈക്കകത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് വരും. ഒന്ന് സ്ക്യൂസ് ആവാനേ പാടുള്ളൂ. അത് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് എന്നിട്ട് അതിന് ഇങ്ങനെ കൈ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലോട്ട് പ്ലച്ച് നിറഞ്ഞ് വീഴും. വീഴുമ്പോൾ കുറച്ച് തുർപ്പുകുലാനെ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ നീർത്തുള്ളികളായിട്ട് അത് നമ്മളങ്ങനെ സഹിച്ചേക്കണം. കാരണം അല്ലാതെ ഇങ്ങനെ വിടുമ്പോൾ രസമാണ്. നമ്മുടെ കൈ തന്നെയാണ് വന്നത് തെറിക്കുന്നത്. എന്നിട്ട് കൈ ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് മിൻ ലീവ്സ് ഫ്ലേവറിനുണ്ട്. മിൻ ലീവ്സ് അതുപോലെ തന്നെ. മിൻ ലീവ്സ് ജസ്റ്റ് നമ്മൾ ഉടച്ചാൽ തന്നെ അതിൻ്റെ ഫ്ലേവർ വെളി വരും. എടുത്തിട്ട് കൈ വെച്ച് ഒരൊറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ മിൻ ലീവ്സും അങ്ങ് ഉടഞ്ഞ് അതിൻ്റെ ഒരു എസൻസ് നമുക്ക് കിട്ടും. മിൻ ലീവ്സ് കിട്ടും. പിന്നെ കൈ കിട്ടുന്ന നാരങ്ങയാണെങ്കിൽ മതി. ഓറഞ്ച് ഉണ്ടെങ്കിൽ കിടിലം, നല്ല കിടിലം ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുക. ഓറഞ്ച് ആണെങ്കിൽ ഭയങ്കര കിടിലം ഫ്ലേവറാണ്. ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുക. എന്നിട്ട് ഓറഞ്ചിൻ്റെ ഒരു സ്ലൈസ് ഉണ്ടെങ്കിൽ അതിൽ ഇടുക. അപ്പം നമ്മൾ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ലാസ്റ്റ് ഇട്ടാൽ മതി. ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത്. സ്ക്യൂസ് ചെയ്താലും ഈ ഓറഞ്ചിൻ്റെ സ്ലൈസ് ഇടണം, എങ്കിലേ ലാസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ഓറഞ്ച് കഴിക്കുകയും വേണം. അത് ഇടുക. എന്നിട്ട് ഹണി ഒഴിക്കുക. ഹണി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായിട്ട്. പിന്നെ ഐസ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ ആണെങ്കിൽ മാത്രം ഐസ് ഇട്ടാൽ മതി. പിന്നെ ചിലർക്ക് സോഡയായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെള്ളമായിരിക്കും ഇഷ്ടം. ഇത് ചേർക്കുക. എന്നിട്ട് വെറ്റില ഉണ്ടല്ലോ, വെറ്റില നമ്മൾ ഭയങ്കര ചെറിയ തളർ വെറ്റില, തുളസി വെറ്റില എന്ന് പറയും. അപ്പോൾ അതിന് ഭയങ്കര ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം. വെറ്റിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ആഫ്രോഡിയാസിക് മെഡിസിനായിട്ട് മാറും. ഇത് പഴയ ആയുർവേദത്തിൽ മദ്യം കഴിക്കുന്നൊരു രീതിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചരക എഴുതിയതാണ്. കൃത്യമായ അളവിൽ കുളിച്ച് വൃത്തിയായി പട്ട് വസ്ത്രം വിരിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അടുത്ത സുന്ദരിയ ഞാൻ ഉണ്ടാക്കിയതല്ല, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഒരു സ്ത്രീ ഇരുന്ന് പകർന്ന് നൽകണമെന്നുള്ള അതിൻ്റെ ഒക്കെ അബ്രീവേഷൻസിൽ പിന്നെ വന്ന ഒരു മെഡിക്കൽ കോമ്പിനേഷനാണിത്. മീൻസ് എന്ന് പറഞ്ഞാൽ ഈ വെറ്റില മാതളം എന്ന് പറയുന്നത് രണ്ടും ഈ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് പമ്പിങ് ഒക്കെ കൂട്ടുന്ന 2 അഫ്രോഡിയാസിക് സാധനങ്ങളാണ്. അത് മദ്യവും ഹണിയും വിറ്റാമിൻ സി ആയിട്ട് ചേരുമ്പം കൂടുതൽ നമ്മളിലേക്ക് എന്താ പറയുക ഒരു പ്രസരിപ്പും ഗ്ലോയും ഒരു എനർജിയും കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പല സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈ നമ്മുടെ പൊമോഗ്രനേറ്റിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമ്മൾ അടിച്ചിട്ട് ചെയ്യാനുള്ള സാധനം അതിൻ്റെ അകത്ത് തന്നെ കിട്ടുമല്ലോ. നമ്മൾ ഇടുന്ന പൊമോഗ്രനേറ്റ് സ്ക്യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ ലൈമിൻ്റെയോ അല്ലെങ്കിൽ ഓറഞ്ചാണ് ബെസ്റ്റ്, എങ്കിലേ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ, ഓറഞ്ചിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ആ ഒരു വെറ്റിലയുടെ ആ ഒരു ടിഞ്ച് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സോഡയാണെങ്കിൽ ബെസ്റ്റാണ്, നല്ല ഫിസ്സി ആയിട്ട് കിട്ടും ആ ഒരു സാധനം. അത് ഭയങ്കരമായിട്ട് ഈ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, നമ്മൾ എന്താ പറയുക, എനർജി, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പം ഹാങ് ഓവർ ഇല്ലാതിരിക്കുക. പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള
ആക്ടിവിറ്റി ബൂസ്റ്ററാണ്. അത് എന്ത് ആക്ടിവിറ്റി ആയാലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഭയങ്കര ഒരു മെഡിസിനൽ വാല്യൂ സാധനം. അതിനോടൊപ്പം തന്നെ രണ്ടാമത് എനിക്ക് ഫേവറേറ്റായിട്ട് എപ്പോഴും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ തുറുപ്പുകുലാൻ 60+ ABC ജ്യൂസ്. ABC ജ്യൂസ് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ വാങ്ങിയത് മെർലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് മേടിക്കും. സീരിയസ് ആയിട്ട് അത് ഫിസിയാണ്. ABC 60 or 90 തുറുപ്പുകുലാൻ എടുക്കുക, നന്നായിട്ട് നമ്മുടെ ABC ജ്യൂസ് നന്നായിട്ട്, അത് ഫിസിയാണ്. ചെറിയൊരു അത് മറ്റേ തന്നെ ഇരുന്ന് ഇതായതാണ്. അവർ ABC ജ്യൂസ് ഉണ്ടാക്കുമ്പം അതിന് ഇതൊന്നും ചേർക്കാത്തതുകൊണ്ട് അത് തന്നെ അതിനൊരു ഒരു പിരിച്ചിലുണ്ടാവുമല്ലോ, ചെറിയൊരു പുളിയും ഒരു ഇതൊക്കെ വരുമല്ലോ, ഇച്ചിരി ഫിസി ആവും. ഗ്യാസൊക്കെ വന്നിട്ട് നാച്ചുറലി ഇരുന്നിട്ട് അതിരുന്ന് ചെറുതായിട്ട് പ്രോബയോട്ടിക് ആവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അത് നന്നായിട്ട് കുലുക്കിയിട്ട് അത് ഒഴിച്ചിട്ട് അടിക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ABC ജ്യൂസ് ഒഴിച്ചടിക്കുന്നത്. കാരണം നമ്മൾ ഈ മദ്യം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ലിവറിനെയാണ്. ലിവറിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബീട്രൂട്ടാണ്. ലിവർ എൻസൈസ് ആൽക്കഹോളും ബീട്രൂട്ടും മിക്സ് ചെയ്ത് കഴിച്ചാൽ ബീട്രൂട്ട് മാത്രം പോലെ ABC ജ്യൂസ്, ABC വിത്ത് ആംല, ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ മെനക്കെടുമ്പോൾ നമുക്ക് ജ്യൂസായിട്ട് മേടിക്കാൻ കിട്ടും. 90, അത് ഏത് വിസ്കിയിലൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. വൈറ്റ് റം വോഡ്ക ആണെങ്കിൽ 60 or 90 എടുക്കുക, ഈ പറഞ്ഞ ABC ജ്യൂസ് എടുക്കുക, പൊട്ടി നല്ല ഫിസിയാണ്. വെള്ളം ഒന്നും ചേർക്കേണ്ട, അത് അടിച്ചാൽ നല്ല അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ഈ പൊമോഗ്രനേറ്റ്, ഹണി, ഓറഞ്ച്, ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഫേവറേറ്റ്. ഓഫ് കോഴ്സ് വല്ലപ്പോഴും JD ലെമൺ ആൻഡ് ഹണി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ അത് കുറേ ആയപ്പം നമ്മൾ അത് മാറ്റി ഇപ്പോൾ പുതിയ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ശരീരത്തിന് ഗുണമുണ്ടാവണം. ഈ ചില ഡ്രിങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഗ്ലോ കൂടാറുണ്ട്. ഈ നമ്മൾ പലരും ഗ്ലൂട്ടാത്തൈനൊക്കെ എടുക്കുമെന്ന് പറയാറില്ല. പക്ഷേ ഈ ഡ്രിങ്കിൽ ABC ജ്യൂസ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10,000 ചിലവാക്കി എടുക്കുന്ന ഗ്ലൂട്ടാത്തൈൻ്റെ എന്നൊരാവശ്യമില്ല. ഒരു 60 എൻ്റെ കണ്ടുപിടുത്തമാണ്, എനിക്ക് റിസൾട്ട് വന്ന സാധനമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ശബരിമലയിൽ പോയി ഭയങ്കര ടാനൊക്കെ അടിച്ചിട്ട്. പക്ഷേ നോർമലി നമ്മൾ ഒരു ഫെയർനെസ് ക്രീമോ ഒരു മേക്കപ്പോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. സ്കിന്ന് മാത്രമല്ല നമ്മുടെ ബോഡി ഫുള്ള് അങ്ങനെ ആവും. ഒരു 60 or 30 വൈറ്റ് റം തുറുപ്പുകുലാൻ പ്ലസ് ABC ജ്യൂസ്. നമ്മൾ വീട്ടിലുണ്ടാക്കുക ABC ജ്യൂസ് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഈ ആംല, ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ABC ജ്യൂസ് മേടിക്കാൻ കിട്ടും. ഞാൻ പറഞ്ഞില്ല, അത് മെർലോട്ടെന്നാണ് എൻ്റെ ബ്രാൻഡ് പേരെന്നാണ് എൻ്റെ വിശ്വാസം. അത് സ്ഥിരം മേടിക്കുന്നത്, അത് പൊട്ടിക്കുന്നു. ഇപ്പോഴും എൻ്റെ വണ്ടി കിടപ്പുണ്ട്. അത് ചേർക്കുന്നു, പ്ലച്ചൻ്റെ ഒരു അടി അടിച്ചാൽ ലിവറിനും വലിയ കുഴപ്പം വരില്ല. നമ്മൾ അടിക്കുന്നതിനൊരു എഫക്റ്റീവായി, ഒരു മെഡിസിനൽ വാല്യൂ ആയി, നല്ല 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 എന്താ പറയുക, നല്ല ഗ്ലോ ഒക്കെ കിട്ടുകയും ചെയ്യും ഫേസിൽ. ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് ABC ജ്യൂസ് ഒഴിച്ചടിച്ചിട്ട് അടിച്ചാൽ. കാരണം ഒരേ സമയം ലിക്കറിൻ്റെ ദൂഷ്യഫലം നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും, ഈ ഇതിൻ്റെയൊക്കെ ഒരു മെഡിസിനൽ വാല്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണമല്ലോ. ചേട്ടൻ റീൽസ് ഇടാറുണ്ടല്ലോ? ഞാൻ റീൽസ് ഇടാറുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ റീൽസ് ഇട്ടിട്ടില്ല, ഇടാൻ വേണ്ടി പോയ ഒരു റീലാണിത്. ഉടനെ ഇടണമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഈ ത്രോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ശബരിമലയിൽ പോയിട്ട് ഇതുവരെ വ്രതം മുറിച്ചില്ല, ഇനി മുറിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് വ്രതം മുറിക്കുക. അപ്പോൾ ആ ഒരു അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോമ്പിനേഷൻ തന്നെ ഇതാണ്. എപ്പോഴും നമ്മളിപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ABC ജ്യൂസ് കുടിച്ചാൽ നല്ലതാണ്. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് വിത്ത് ആംല, ഇറ്റ്സ് എ ബെസ്റ്റ് ലിവർ സപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ പാക്കറ്റ് ജ്യൂസിന് മേടിച്ച് കുടിക്കണമെന്നല്ല, വീട്ടിലുണ്ടാക്കി ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ച് അടിപൊളിയാണ്. ലിവറൊക്കെ നല്ല ചെമ്പരത്തി പോലെ ഇരിക്കും, നല്ല പ്ലച്ചെന്ന് പറഞ്ഞിരിക്കും. ലിവർ LFT ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കിടില, ഒരാഴ്ച കൊണ്ട് റിസൾട്ട് അറിയാനും പറ്റും. പിന്നെ നിങ്ങൾ സ്ഥിരം അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ലിക്കർ ഏതിലും അത് ചേരും. ഈ മെർലോട്ടിൻ്റെ ഈ ഒരു സാധനമാണെങ്കിൽ എല്ലാത്തിലും ചേരും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ആ ഒരു ഫിസിനെസ് കിട്ടില്ല. കാരണം ഇത് ഇവർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി പുളിപ്പിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ തന്നെ ബാക്ടീരിയ ആക്ട് ചെയ്ത് പ്രോബയോട്ടിക്കായിട്ട് നമുക്ക് ഒരു ഫിസിനെസ്, നാച്ചുറൽ ഫിസിനെസ്സാണ്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ഒരു സോഡയുടെ ഒരു ടെക്സ്ചർ നമ്മൾ കുടിക്കുമ്പോൾ നാക്കിൽ ചെറിയൊരു തരിപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ സോഡ ഒഴിച്ച ഒരു ഫീൽ കിട്ടും. ഈ കോളയും മറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിക്കുന്നതിനേക്കാളും ഇതുള്ള ABC ജ്യൂസ്, മറ്റേ ബോൾ ഗ്രേപ്പ് ജ്യൂസ്, ഞാൻ ഈ വൈറ്റ് റം വിത്ത് ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് റം എടുക്കുന്നു, ഒരു ബോൾ ഗ്രേപ്പ് പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു, അടിക്കുന്നു. ഈ പിടുത്തം കൂടുതലാണ്. അതിൻ്റെ ഒരു മറ്റേ ആവശ്യമില്ലാത്ത കോളയോ വേറെ സോഡയോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഭയങ്കര ഞാനിങ്ങനെ നാച്ചുറലായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി ഹണിയും എടുത്ത് ലൈമിട്ട് കലക്കി കുടിച്ചാലും എന്തെങ്കിലും ഒന്ന് നോർമലി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഈ ഒരു JD ഹണി ഹിറ്റായ സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട് അത് കഴിക്കാനായിട്ട് നമ്മളടുത്ത് ഉണ്ടാക്കി തരാൻ വന്ന ഒരുപാട് ഫ്രണ്ട്സ് വരെ ഉണ്ട്. കാരണം അങ്ങനെ ഫ്രണ്ട്സായ കുറേ ആൾക്കാർ വരെ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്
ഇതുപോലുള്ള ചില എല്ലാവർക്കും ലിക്കർ ഡയറക്റ്റ് കഴിക്കാനുള്ള ഒരു ഒരു ടേസ്റ്റ് ഒരു മേർജിങ് പവർ ഉണ്ടാവില്ല. കാരണം ചിലർക്കത് തിരിച്ച് വരും. കാരണം ഇത് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു എരിച്ചിൽ, പ്രത്യേകിച്ച് തുർപ്പൂലാൻ 70% ഇച്ചിരി ഒരു എരിച്ചിലുണ്ട് അതിന്. കാരണം അങ്ങനെയാണ്, ഇത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സാധനമല്ലേ, അതിൻ്റേതായ ഒരു എരിച്ചിലുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ആ എരിച്ചിലുണ്ടെങ്കിലും ആ സുഖമുള്ള എരിച്ചിലാണ്. അതാണ് നമ്മളുടെ ഒരു ഇപ്പം സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോമ്പിനേഷനാണ്. പൊമോഗ്രാനൈറ്റ് ഇസ് എ ബെസ്റ്റ് ആണ് കേട്ടോ. എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ ഓരോ സാധനത്തിനും ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. പൊമോഗ്രാനൈറ്റിനുണ്ട്, ഓറഞ്ച് വിറ്റമിൻ സി ആണ്, ഹണി ലോട്ട് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതിനോടൊപ്പം നമ്മൾ വെറ്റിലയും കൂടെ ചേർക്കുമ്പോൾ വെറ്റില വേറൊരു ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ്. വെറ്റിലയുടെ അത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വരും ഭയങ്കര, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു അഫ്രോഡിയാസിക് പവർ വരും. അതുപോലെ തന്നെ നമ്മുടെ ABC ജ്യൂസ് വിത്ത് വൈറ്റ് റമോ റോഡ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവർ ബൂസ്റ്ററുമാണ്. പക്ഷെ എല്ലാം കൃത്യമായ അളവിൽ കഴിക്കണം കേട്ടോ. 1 ലിറ്റർ മേടിച്ച് ഒരു 10 ലിറ്റർ ABC ജ്യൂസ് മേടിച്ച് അടിച്ച് ലിവർ പോയി എന്നെ ചീത്ത വിളിക്കുന്നതായിരുന്നു. ഒരു പെഗ് അടിക്കുക, ABC ജ്യൂസ് അടിക്കുക, ബാലൻസ് ആണ്. ഒരു 90 എടുക്കുക, അല്ലെങ്കിൽ ഒരു 60 എടുക്കുക. പൊമോഗ്രാനൈറ്റ്, നമ്മുടെ ഓറഞ്ച് ലൈം അല്ലെങ്കിൽ ഹണി, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുക. അത് 9 അടിച്ചിട്ട് ലിവർ പോയെന്ന് എൻ്റെ അടുത്ത് ആരും പറയരുത്. കാരണം ഏത് സാധനമായാലും അധികം അമൃതും വിഷമല്ലേ. ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് അതെ, ഞാൻ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല, പക്ഷേ ആരോഗ്യപരമായ മദ്യപാനം വളരെ ഇഷ്ടമുള്ള ആളാണ്. കാരണം മദ്യപിക്കുന്ന എപ്പോഴും ആരോഗ്യപരം. നിങ്ങൾ എല്ലാവരും മദ്യപിക്കുന്നതിന് നല്ല സ്നാക്സ് കഴിക്കണം കേട്ടോ. പലരും സ്നാക്സ് മേടിച്ച് കഴിക്കാതിരിക്കും. പിന്നെ നമുക്ക് അല്ല, നമ്മൾ ഈ കേരളത്തിൽ പല ബാറ് മുതലാളിമാർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാറെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയി ഒരു പെഗ് മേടിക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, കാരണം അതൊരു അൺഹെൽത്തിയാണെന്ന് ഗവൺമെൻറ് തന്നെ അറിയാമല്ലോ, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തരണം എന്നുള്ളത് നിബന്ധനയിലുള്ളതാണ്. ഇവിടെ ബാറിലൊക്കെ കൊടുക്കുന്ന എന്താണ്, ഏതോ പഴയ ഒരു അച്ചാറ്, പിന്നെ കുറേ മിക്സർ അല്ലെങ്കിൽ കപ്പലണ്ടി, എഗ്ഗ്, ലിവർ, പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണമെന്നാണ് നിയമാവലിയിൽ അബ്കാരി ആക്ടിൽ പറയണത്. അബ്കാരി ആക്ട് വായിച്ചു നോക്കുക നിങ്ങൾ. ഞാൻ നിയമം പഠിക്കണമെന്ന് എനിക്കറിയാൻ പറ്റിയതാണ്. അപ്പം ഇത് വളരെ കൗതുകരമായ കാര്യങ്ങളാണ്. ഈ ഒരേ സമയം ബ്രാൻഡിക്ക് പേരിടാൻ പറഞ്ഞ സർക്കാർ തന്നെ 55H ആക്ട് പ്രകാരം ഏതെങ്കിലും ബാറിലോ റെസ്റ്റോ ബാറിലോ പോലെ നമ്മളൊരു ഫോട്ടോ വീഡിയോ ഇട്ട് അതിനെതിരെ കേസ് കൊടുക്കും. മനസ്സിലായില്ലേ? സർക്കാരിൻ്റെ നിലനിൽപ്പ്, ജീവനാടി, രക്തം എന്ന് പറയുന്നത് ഈ മദ്യമാണ്, ഇതിൻ്റെ വിറ്റുവരവാണ്. പക്ഷേ ഇതേ പറഞ്ഞില്ലേ, ഇത് നമ്മൾ മദ്യപാനത്തിൻ്റെ ഒരു റീൽസ് പ്രൊമോട്ട് ചെയ്താൽ നമ്മൾ എതിർത്താൽ നമുക്കൊരു ഇമേജ് കിട്ടും. അതുകൊണ്ട് അവരത് ചെയ്യും. എന്നാൽ ആൾക്കാർക്ക് ബ്രാൻഡിക്ക് പേരിടാൻ കൊടുത്തിട്ട് 10,000 സമ്മാനമായിട്ട് കൊടുത്താൽ അത് സമ്മാന തുകയാണ്. ഇതേ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. അപ്പം നിങ്ങളൊരു ബാറിൽ പോയി മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാറിലെ കൗണ്ടറിൽ ചോദിച്ചു മേടിക്കാം. നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തന്നെ പറ്റും. അത് മുട്ടയായിട്ടോ അല്ലെങ്കിൽ നല്ല മറ്റേ പീനട്ട്സ് ആയിട്ടോ നട്ട്സ് ആയിട്ടോ കട്ട് വെജിറ്റബിൾസ് ആയിട്ടോ. തമിഴ്നാട് ബാറുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ലിക്കറിനേക്കാൾ കൂടുതൽ അവർ ഒരു പെഗ് മേടിക്കുമ്പോൾ ഒരു ലോഡ് ടച്ചിങ്സാണ് കൊടുക്കുന്നത്. അത് നിയമത്തിലുള്ളതാണ്, അബ്കാരി ആക്ടിലുള്ളതാണ്. അപ്പോൾ അതൊരു ബാറുകാരൻ്റെ ഔദാര്യമല്ല. നിങ്ങൾ കാശ് കൊടുത്ത് ടച്ചിങ്സ് ബാറിൽ മേടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ആക്ടിനെ കുറിച്ച് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സോ എനിവേസ് ചേട്ടാ, ഒരുപാട് സന്തോഷം, ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു പോസിറ്റീവ് നോട്ട് ത്രൂ ഔട്ട് ദ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.